ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഒരു പുരുഷന് നിങ്ങളോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് പ്രണയം തുറന്നു പറയാത്ത ആളുകളായിരിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതൊരു ടൈം പാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പൊക്കെ ആയിരിക്കുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ടൈം പാസ് ആണോ എന്നുള്ള രീതിയിലാവും ചിന്ത വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഞാൻ ഈ പറയുന്ന വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അവർക്ക് നിങ്ങളോട് റിയൽ ആയിട്ടുള്ള, വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശരിക്കും അവർ നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വിളിക്കാൻ, മെസ്സേജ് അയക്കാനായിട്ട്, നിങ്ങളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ ഒരുപാട് താല്പര്യം അവർക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് അറ്റൻഷൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധ അവരെപ്പോഴും തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഇതുവരെ ആരും എന്നെ ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും ഞാൻ പറയുന്നൊന്നും കേട്ടിരിക്കുകയോ അതല്ലെങ്കിൽ എന്നോട് ഈ ഒരു കെയറും കാര്യങ്ങളൊന്നും മറ്റാരും തന്നിട്ടുണ്ടായിരുന്നില്ല, ഇവരെ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പം എങ്ങനെയാണെങ്കിലും കൂടുതൽ അറ്റൻഷൻ നിങ്ങൾക്ക് തരിക, കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക, ഇങ്ങനെയൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈൻ ആണ്, അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ ആണ്. അതായത് നിങ്ങളുടെ സേഫ്റ്റി എപ്പോഴും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം അവർ ആ കാര്യം ഒഴിവാക്കാൻ ശ്രമിക്കും. അതിപ്പോൾ ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ അയ്യോ ഇന്ന ആൾ കുറച്ച്, അതായത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവില്ല, ആളുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല എന്നൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ബിക്കോസ് നിങ്ങളുടെ സേഫ്റ്റി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ വിഷമിപ്പിക്കാതെ നോക്കും. ഇത്തരത്തിൽ നിങ്ങളെപ്പോഴും സേഫ് ആയിരിക്കണം എന്നൊരു ചിന്തയും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തിയും ഒക്കെ ആയിരിക്കും അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുക. അപ്പം അതും അങ്ങനെയും കാണുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ശരിക്കുമുള്ള ജെന്യുവൻ ആയിട്ടുള്ള ക്യൂരിയോസിറ്റി കാണാൻ പറ്റും എന്നുള്ളതാണ്. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടും നിങ്ങളെ അറിയണം, നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളത് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇത്തരം ക്യൂരിയോസിറ്റീസ് ഒക്കെ അവരിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പെണ്ണെക്കുറിച്ച് എന്തൊക്കെയോ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടല്ലോ, ആ രീതിയിലാണല്ലോ ചോദിക്കണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയോ ക്യൂരിയോസിറ്റി ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. അവർക്ക് നിങ്ങളോടൊരു ജെന്യുവൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ശരിക്കുമുള്ള പ്രണയമൊക്കെയാണ് തോന്നുന്നത് എന്നുള്ളതിന്റെ. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി ആ പേഴ്സൺ നൽകും എന്നുള്ളതാണ്. അതായത് അവരുടെ ലൈഫിൽ അവരെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഇപ്പോൾ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ അവരറിയാൻ ശ്രമിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പ്ലാനിങ്സ് ആണെന്നുണ്ടെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങളാണെങ്കിലും ലക്ഷ്യങ്ങളാണെങ്കിലും അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തു എന്ന് വരും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതും എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നു, വാല്യൂ നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇങ്ങനെ ഒരു ബിഹേവിയർ അവരിൽ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാണുന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, ശരിക്കും ഇഷ്ടമുണ്ട്. കാരണം നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ, ടൈം പാസിന് വേണ്ടി നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ലൈഫിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അവർ വിചാരിക്കില്ല. അവരെന്താ ചിന്തിക്കുക, ഒരു ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ നമുക്ക് വേണ്ട, അപ്പോൾ ഇവരെങ്ങനെയും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് ഇയാളെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ പാടില്ല, ഇങ്ങനെ ഒരു ചിന്തയാവും. ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ടൈം പാസ് ലവ് ആണെങ്കിൽ കാണാൻ പറ്റുക. പക്ഷെ ജെന്യുവൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, നിങ്ങളോട് ചോദിക്കും, അഭിപ്രായങ്ങൾ അറിയാൻ ശ്രമിക്കും, നിങ്ങളെ അറിയാൻ ശ്രമിക്കും. എങ്ങനെയൊക്കെയുള്ളതൊക്കെ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സന്റെ ബിഹേവിയറിൽ കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവർ വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ്. ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും അവരുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും. അവരുടെ വിഷമങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി അഥവാ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ വളരെയധികം സെന്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളോട് തുറന്ന് അവർ പറയും എന്നുള്ളതാണ്. ബിക്കോസ് അവരുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം, അവരുടെ ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ അവരുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. അവിടെ വേറൊരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഒരാളോട് എപ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് ഒക്കെ തുറന്ന് പ്രകടിപ്പിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളിൽ വിശ്വാസം വരുമ്പോഴാണ്. അയാളെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ, അതായത് ഇനി അവരാണ് നമ്മളുടെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ, അവരെപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വാസം വരുമ്പോഴൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് നമ്മൾ അവരോട് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് അവരോടുള്ള ഇഷ്ടം കൂടുതലാവുകയാണ്. അതായത് നമുക്ക് ആ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഇഷ്ടം കൂടി വരും, വിശ്വാസം കൂടി വരുമ്പോൾ ഇഷ്ടവും കൂടി വരും. അപ്പം ഇങ്ങനെ അവരുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളോട് തുറന്നു പറയുക, അതേപോലെ തന്നെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ജെൻറ്റൽ ടച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും അവരിലുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ മറ്റേ ആരെങ്കിലും കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അസൂയയും അങ്ങനെ ജലസയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു ബിഹേവിയറും അവരിൽ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, ശരിക്കും അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും പെരുമാറ്റ രീതികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട, ശരിക്കും ഇഷ്ടമാണ്. അപ്പം ഇനിയും ആ സംശയത്തിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്ടം എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതായത് ഇത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് നിങ്ങൾ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. പുതുമ എപ്പോഴും നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടവും അങ്ങനെ കാത്തു സൂക്ഷിക്കുക. ഇടയിൽ വെച്ചൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേ ബി തിരിച്ചെടുക്കാൻ പറ്റുമായിരിക്കാം. അതായത് ചെറിയൊരു രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശ്വാസക്കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടെടുക്കാമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നടക്കണം എന്നില്ല, പഴയ രീതിയിലേക്ക് ആവണം എന്നില്ല. അപ്പം അങ്ങനെ ചെറിയ പിണക്കങ്ങളൊന്നും കുഴപ്പമില്ല, എന്നാലും പഴയ രീതിയിലേക്ക് ആവാൻ പറ്റാത്ത രീതിയിലുള്ള പിണക്കങ്ങളോ ഒന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ സ്നേഹവും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിൽ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്